ഹലോ എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പിക്കപ്പാൽ റീഡിംഗ് ആണ്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞത് മാർച്ച് 2025 നിങ്ങൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ മാർച്ച് മാസത്തിൻ്റെ ആദ്യ ദിവസമാണ്. അപ്പോൾ നമ്മൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് ആണ്. ഓക്കെ, ഈ ഗൈഡൻസസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാർച്ച് മാസത്തിൽ ലഭിക്കേണ്ടതായിട്ടുള്ള അനുഗ്രഹങ്ങൾ, മാറ്റങ്ങൾ, അവസരങ്ങൾ ഒക്കെ ഇതെല്ലാം ആയിട്ട് നിങ്ങൾക്ക് എനർജറ്റിക്കലി അലൈൻഡ് ആകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു കാര്യത്തിൽ ഒരു കാലതാമസം വരികയോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അത് മിസ്സായി പോകുകയോ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഗൈഡൻസസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, അതിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. 2 ദിവസം അത് ഫോളോ ചെയ്തിട്ട് മാറ്റമൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിർത്താൻ പാടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളുണ്ട് തിരഞ്ഞെടുക്കാൻ. ഒന്നെങ്കിൽ തമ്മിലിലത്തെ 3 ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന കാർഡുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. ഇതാണ് ഗ്രൂപ്പ് 1ൻ്റെ ഡെക്ക്, ഇത് ഗ്രൂപ്പ് 2ൻ്റെ, ഇത് ഗ്രൂപ്പ് 3യുടെ. 3 ഗ്രൂപ്പുകളുടെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഇതിൽ നിന്നൊരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്യുന്ന മെസ്സേജുകൾ മാത്രം സ്വീകരിക്കുക. ഓക്കെ, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഈ നിമിഷം വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ തമ്മിലിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ മാർച്ച് 2025 ഗ്രൂപ്പ് 1 എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്. ഈ മാർച്ച് 2025 ഗ്രൂപ്പ് 1 എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ കിട്ടിയ കാർഡ് കിങ് ഓഫ് സ്വോർഡ്സ് ആണ്. നിങ്ങളോട് കൃത്യമായിട്ട് ഒരു ബൗണ്ടറി ആളുകളായിട്ട് കീപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അത് വളരെ സ്ട്രിക്റ്റ് ആണ്. അതിൽ ഇനിയൊരു കോംപ്രമൈസും ഇല്ല. പ്രത്യേകിച്ച് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള, നിങ്ങൾ ചൂഷണം ചെയ്തിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് ഇനിയൊരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കാതിരിക്കുക എന്നുകൂടെ പറയുന്നു. അത്രയും വിശാലമായൊരു മനസ്സ് നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ, നിങ്ങളെ ഉപദ്രവിച്ചവരാണ്, ഒരിക്കലും ഉപദ്രവിക്കാൻ അവർക്ക് യാതൊരു മടി ഉണ്ടായിട്ടില്ല എങ്കിൽ പിന്നെയും നിങ്ങളെ വേദനിപ്പിക്കാൻ അവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഒരു നന്മ കണ്ട് അവരോട് ക്ഷമിക്കുന്നുണ്ട്. നിങ്ങളുടെ നന്മ കണ്ട് അവരെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കരുത്. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, അവരെങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്താലും നിങ്ങൾക്കത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊരു സന്ദേശമാണ് അല്ലെങ്കിൽ ഒരു മെസ്സേജാണ് അവർക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കാം. പിന്നെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയാൻ പറയുന്നു. ഓക്കെ, അതായത് സമയ സന്ദർഭം അനുസരിച്ച് പറയേണ്ട കാര്യങ്ങൾ ഉണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ പറയണം എന്നാഗ്രഹിച്ചാൽ നിങ്ങളതിങ്ങനെ എന്താ പറയുക, കൺട്രോൾ ചെയ്യണം, വേണ്ടാന്ന് വെക്കുകയാണ്. അത് വേണ്ട. ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ അത് ഒബ്വിയസ്ലി ഒരു റെസ്പെക്റ്റോട് കൂടി, പക്ഷെ പറയേണ്ട സമയത്ത് അത് പറയുക വേണം. പറയാതെ മനസ്സിൽ വെക്കാനായിട്ട് പാടില്ല. ഓക്കെ, ഇങ്ങനെ നമ്മൾ പറയില്ലേ, എനിക്ക് അങ്ങനെ പറയാൻ വന്നതാ, പിന്നെ ഞാനതങ്ങ് വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്ന് വെക്കണ്ട, മനസ്സിലായല്ലോ. അത് പറയണം. അത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നല്ലൊരു ഒബ്സർവേഷൻ സ്കില്ലുള്ള ആളുകളാണ്. അപ്പോൾ ആ ഒബ്സർവേഷൻ, ഓക്കെ, ഓരോ സന്ദർഭവും ഓരോ വ്യക്തിയെ നിങ്ങൾക്ക് നിരീക്ഷിച്ചുകൊണ്ട് അത് നിങ്ങൾക്ക് നല്ലതാണോ, ആ വ്യക്തിയുടെ ഇൻറ്റൻഷൻ നല്ലതാണോ, ഇതൊക്കെ നിങ്ങൾക്ക് വെറുതെ അവരെ ഒബ്സർവ് ചെയ്താൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ഒരു നിരീക്ഷണ പാടവം അത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ ഒരു മാർച്ച് മാസത്തിൽ വളരെ എന്താ പറയണ്ടേ, എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, നിങ്ങൾക്ക് അത് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ, സന്ദർഭങ്ങളും വ്യക്തികളെയും നിങ്ങൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ചാലഞ്ചസിനെ ഒഴിവാക്കാനും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അവസരങ്ങളെയും കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ പറയുന്നു, ചില സൗഹൃദങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്, ചില സൗഹൃദങ്ങൾ നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ചില ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. സുഹൃത്ത് ബന്ധങ്ങളിലത്തെ കാര്യം പ്രധാനപ്പെട്ടായി പറയുന്നത് ഒഴിവാക്കുക. ഓക്കെ, അവരെ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അവരായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാവില്ല, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് അവർക്ക് രണ്ടാമതൊരു അവസരം കൊടുത്താലോ എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അതാണ് ഓൾറെഡി യൂണിവേഴ്സ് പറയുന്നത്, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതം പ്രസൻറ്റ് മൊമെൻറ്റും ഫ്യൂച്ചറും ആണ് നിങ്ങളുടെ ഒരു പ്രയോറിറ്റി ആയിരിക്കേണ്ടത്. അതിൽ പ്രസൻറ്റ് മൊമെൻറ്റിൽ തന്നെ ഫോക്കസ് ചെയ്ത് വേണം നിങ്ങൾ ജീവിക്കാനായിട്ട്. ഓക്കെ,
കഴിഞ്ഞു പോയതിന് അതിന് വീണ്ടും ഒരു അവസരം കൊടുക്കണ്ട. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കോണ്ടാക്ട് ഇല്ലാത്ത, നിങ്ങളായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാത്ത സൗഹൃദങ്ങളുണ്ട്. അത് അവസാനിപ്പിച്ചതിന് നിങ്ങൾക്കൊരു കാരണം ഉണ്ടായിരുന്നുണ്ടാവും ഇല്ലേ? അങ്ങനെ ഒരു പ്രത്യേക കാരണം കൊണ്ട് അവസാനിപ്പിച്ച ചില ബന്ധങ്ങളുണ്ട്. അവർക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കാതിരിക്കുക. അപ്പോൾ അവർ മിക്കതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ നിങ്ങൾ അവർ വീണ്ടും കണ്ടുമുട്ടാനോ അവരായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഓൾറെഡി പറയുന്നത് അവർക്ക് ഇനിയൊരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കണ്ട. അവരുടെ ആ ഒരു റോൾ, നിങ്ങളുടെ ജീവിതത്തിലുള്ള അവരുടെ അധ്യായം കഴിഞ്ഞു. ഓക്കെ, അവർക്ക് ഇനി ഇവിടെ ഒരു സ്ഥാനമില്ല. അവരെ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോഗ്രസ് വരാൻ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ കഴിഞ്ഞു പോയ നിങ്ങൾക്ക് നല്ലതല്ലാത്ത എനർജീസിനെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അതുപോലെ ചില വ്യക്തികളുണ്ട് നിങ്ങൾ ചേർത്ത് നിർത്തേണ്ടത്. നിങ്ങളോട് നല്ല ഇൻറ്റൻഷൻസ് ഉള്ള, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോഴും നിങ്ങളുടെ കൂടെ നിന്ന ആളുകൾ, സുഹൃത്തുക്കൾ, അവരെ നിങ്ങളോട് ചേർത്ത് നിർത്തുക. ഓക്കെ, മുന്നോട്ട് പോകുമ്പോൾ. അപ്പം നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ ഒരു ക്ലെൻസിങ് വേണ്ട ഒരു സമയമാണ്. ഓക്കെ, അതാണ് നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ആഘോഷങ്ങൾ, ഓക്കെ, പല ആഘോഷങ്ങളുടെ അവസരങ്ങളുണ്ടാവും. അതിലൊക്കെ ഒരു ഭാഗമാകാൻ ശ്രമിക്കുക. അതൊക്കെ നിങ്ങൾ ഒരുപാട് പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും ആ ഒരു എന്താ പറയണ്ടേ, മനസ്സിലൊരു സന്തോഷം എപ്പോഴും നിലനിർത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ആഘോഷങ്ങളുള്ള ആഹ്ലാദം നിറഞ്ഞ അവസരങ്ങളുടെ ഒക്കെ ഒരു ഭാഗമാകാനായിട്ട് ശ്രമിക്കുക. അങ്ങനത്തെ അവസരങ്ങളൊക്കെ വരുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഭാഗമാകണം. അതിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ പറയുന്നു, നിങ്ങളുടെ ആ ഒരു ആഗ്രഹം, നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ്, ആഗ്രഹ സഫലീകരണം നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ നടക്കുന്നത്, പക്ഷേ ആ ആഗ്രഹം നിങ്ങളുടെ സഫലീകരിക്കുന്നത് അതിനെ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിന് നിങ്ങൾ തയ്യാറായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ എന്ത് വേണം? നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരിക. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചിലപ്പോൾ നിങ്ങളൊരു സോളിറ്റ്യൂഡിൽ ഇരിക്കുന്ന ആളായിരിക്കും. അത് മാറി പുറത്തെ ആളുകളൊക്കെ ആയിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക, ഇടപഴകുക. ഓക്കെ, ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോകുക. അങ്ങനെ ഒരു അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ പ്രത്യേകം അത് ഉപയോഗിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കുക. നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അത് പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കുക. ഈ ഇപ്പോഴത്തെ നിമിഷത്തിൽ തന്നെ നിങ്ങൾ ആ സന്തോഷവും ആനന്ദവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ യൂണിവേഴ്സ് കൊണ്ടുവരുന്ന എന്താ പറയണ്ടേ, ഓരോ എന്താ പറയുക, അതിന് അനുഗ്രഹങ്ങളുണ്ടാവും. ഓക്കെ, ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ യൂണിവേഴ്സ് കൊണ്ടുവരുന്ന ചില അനുഗ്രഹങ്ങൾ, ചില നല്ല നല്ല മാറ്റങ്ങൾ, നല്ല നല്ല അനുഭവങ്ങൾ, അതൊക്കെ കൃത്യമായി അതിനെ അക്നോളജ് ചെയ്യുക, അതിനെ സ്വീകരിക്കുക, ഈശ്വരനോട് അതിന് നന്ദി പറയുക. ഓക്കെ, അങ്ങനെ ജീവിതം എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക. അപ്പോൾ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലായി വളരെ ആ ഒരു സന്തോഷവും ആനന്ദമൊക്കെ ഇന്നത്തെ ഈ നിമിഷത്തിൽ, ആ സമാധാനമൊക്കെ ഇന്നത്തെ ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റണം. അങ്ങനെ ആയിരിക്കാനാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നിങ്ങൾക്ക് മാർച്ച് മാസത്തിൽ. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യെസ്, കാലതാമസം എടുക്കുന്നുണ്ടാവും. ചില കാര്യങ്ങൾ നിങ്ങൾ കാര്യമായിട്ട് ഒരുപാട് നാളായിട്ട് നിങ്ങൾ അതിനെ പരിശ്രമിക്കുന്നതായിരിക്കാം. നിങ്ങൾ അപ്പോൾ എന്താ പറയുക, അതിനെ ഒരു ലക്ഷ്യം കണ്ടിട്ടുണ്ടാകില്ല. ഓക്കെ, അപ്പം ഒരു പെട്ടെന്ന് ക്ഷമ നശിക്കുന്ന ഒരാളാണ്. അതായത് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് നിങ്ങൾ വിചാരിക്കുന്ന സമയത്തിനുള്ളിൽ കിട്ടില്ല എന്ന് കാണുമ്പോഴേക്കും അതിനെ ഉപേക്ഷിക്കുക. ഓക്കെ, നിങ്ങളുടേതായ അനുമാനങ്ങളിലെത്തി നിങ്ങളത് ഉപേക്ഷിക്കുന്നു, വേറെ ഏതിന് പോകുന്നു. അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ള ആളാണെങ്കിൽ ഈ ഒരു മാസം അങ്ങനെയാകാൻ പാടില്ല. ഓക്കെ, ഈ മാസം കുറച്ചൊക്കെ ഒരു നല്ലോണം ക്ഷമ കാണിക്കേണ്ട മാസമാണ്. പിന്നെ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ സംഭവിക്കുമ്പോൾ പൊതുവേ നമുക്ക് അത്ര സുഖകരമായ ഒരു അനുഭവമായിരിക്കില്ല. അത് നല്ല ഒരു മാറ്റമാണെങ്കിൽ പോലും അത് സംഭവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകും. അവരുപേക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. പുതിയ ആളുകൾ, പുതിയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഓക്കെ, അത് പലപ്പോഴും നമ്മൾക്ക് കണ്ടുപരിചയമുള്ള അല്ലെങ്കിൽ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളതായിരിക്കില്ല. അപ്പോൾ നമുക്ക് അവിടെ അതൊരു സുഖകരമായിട്ടുള്ളൊരു അനുഭവം എപ്പോഴും ആവണമെന്ന് നിർബന്ധമില്ല ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് പരമാവധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയൊക്കെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. അത് വരുന്ന പോലെ അതിനെ ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കണക്ഷൻ, ഏതെങ്കിലും റിലേഷൻഷിപ്പ് അവസാനിക്കുകയാണ് മാർച്ച് മാസത്തിലെങ്കിൽ
അത് അവസാനിച്ചു പോയല്ലോ എന്നാലോചിച്ച് വിഷമിക്കുന്നതിന് പകരം എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ്, ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഈ ഒരു കണക്ഷൻ, ഈ ഒരു വ്യക്തിക്ക് സ്ഥാനമില്ലാത്തത് കൊണ്ടാണ് യൂണിവേഴ്സ് ആ വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റിയത് എന്ന ഒരു കാഴ്ചപ്പാടിലൊരു വ്യത്യാസം നിങ്ങൾക്ക് വേണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ ഈ ഒരു ട്രാൻസ്ഫോർമേഷന് നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ എളുപ്പത്തിൽ ഈ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഓരോന്ന് അവസാനിക്കുമ്പോൾ അതിൽ വിഷമിക്കാൻ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ സ്ട്രെസ്സും കൂടുതൽ വിഷമങ്ങളാണ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പം അങ്ങനെ പാടില്ല എന്ന് പറയുന്നു. പിന്നെ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ, നല്ല നല്ല അനുഗ്രഹങ്ങളൊക്കെ വരുന്നതാണ്. ആ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളതിങ്ങനെ എല്ലാവരോടും പറയുക, എല്ലാവരോടും അത് അറിയിച്ച് ആ ഒരു സന്തോഷം പങ്കിടുക. നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധി കൊണ്ടാവും നിങ്ങളത് ചെയ്യുന്നത്. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യം നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചുറ്റുള്ളവർക്ക് സന്തോഷമായിരിക്കുമല്ലോ എന്നാണ്. നിങ്ങൾക്ക് അങ്ങനെയായിരിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ലത് നടക്കുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ ഹാപ്പിയാണ്, അവർക്ക് നല്ലത് വരുന്നല്ലോ എന്നുള്ളത് നിങ്ങൾ ഹാപ്പിയാണ്. പക്ഷെ നിങ്ങളുടെ ചുറ്റുള്ള എല്ലാവർക്കും അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി അല്ലാതെ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലതുണ്ടാകുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ അതിഷ്ടപ്പെടാത്ത, അതിൽ അസൂയ ഉണ്ടാകുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ മാറ്റങ്ങൾ, അനുഗ്രഹങ്ങൾ ഒക്കെ അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. ആരോടൊക്കെയാണ് അത് ഷെയർ ചെയ്യേണ്ടത്, ആരോടൊക്കെയാണ് അത് ഷെയർ ചെയ്യാൻ പാടില്ലാത്തത്, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, എല്ലാവരോടും അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ പൈസ ചിലവാക്കുന്നതിലും കുറച്ചൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അനാവശ്യമായ ചിലവുകൾ കഴിയുന്നതും ഒഴിവാക്കുക. ഓക്കെ, ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം മാർച്ച് മാസത്തിൽ, അതെടുത്ത് പറയുന്നു. പിന്നെ പറഞ്ഞ പോലെ ഏതൊരു കാര്യത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ കുറച്ചൊരു സമയം എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ക്ഷമ ഈശ്വരൻ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഓക്കെ അത് നിങ്ങൾ വിചാരിച്ച സമയത്തിനുള്ളിൽ നടന്നില്ല എന്നും പറഞ്ഞിട്ട് അതിനെ ഉപേക്ഷിക്കാൻ പാടില്ല. മനസ്സിലാക്കാതെ എന്തായാലും നടക്കും. നിങ്ങളെ ഈശ്വരൻ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ ഈശ്വരനിൽ വിശ്വസിക്കുക, നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, ഒരു ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഗൈഡൻസ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ മാർച്ച് മാസത്തിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു മാസമായിട്ട് മാർച്ച് മാസം മാറുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റീഡിംഗ് ഇഷ്ടമായാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ എങ്ങനെയാണ് മാർച്ച് മാസത്തിനായിട്ട് ഒരുങ്ങേണ്ടത്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സാഹചര്യത്തിലും നിങ്ങൾ എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് ആയിരിക്കേണ്ടത്, ഇതൊക്കെ നോക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മാർച്ച് മാസത്തിൽ നിങ്ങൾക്കായിട്ട് ഈശ്വരൻ കരുതിയിട്ടുള്ള മാറ്റങ്ങൾ, അനുഗ്രഹങ്ങൾ, ഓക്കെ പുതിയ നല്ല നല്ല അനുഭവങ്ങൾ, ഇതൊക്കെയായിട്ട് എനർജറ്റിക്കലി അലൈൻഡ് ആകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിലൊന്നൊരു കാലതാമസം വരികയോ അത് നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ അത് നടക്കാതെ പോകാനോ ഇടവരില്ല എന്ന്. ഓക്കെ, നിങ്ങളോട് ആദ്യമേ പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ലക്ഷ്യവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്, നിങ്ങൾ അതിനായിട്ട് അത് നേടിയെടുക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പക്ഷെ എത്ര പരിശ്രമിച്ചിട്ടും നിങ്ങൾക്കത് കിട്ടാതെ പോകുന്നതിൽ നിരാശ പാടില്ല എന്ന് പറയുന്നു. ഓക്കെ, മാർച്ച് മാസത്തിലാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിജക്ഷൻ, നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടി പരിശ്രമിച്ചു, അത് കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിച്ചു, പക്ഷെ നിങ്ങൾക്ക് അത് കിട്ടാതെ പോയാൽ നിരാശയല്ല വേണ്ടത്. അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എന്തിനാണോ നേടിയെടുക്കാൻ ശ്രമിച്ചത് അതിനേക്കാൾ നല്ലതാണ് നിങ്ങൾക്കായിട്ട് ഈശ്വരൻ കരുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഓൾറെഡി നല്ലൊരു കാര്യം കരുതി വെക്കുമ്പോൾ നമ്മൾ അതിന് താഴെ ഉള്ളത് നോക്കുമ്പോൾ നമുക്ക് ഈശ്വരൻ തരില്ല. കാരണം നമുക്കുള്ളത് അതിനേക്കാൾ വളരെ മുകളിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് നൽകാതിരിക്കുമ്പോൾ നിങ്ങളുടെ കുറവ് കൊണ്ടല്ല നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് അതിനും നല്ലതാണ് നിങ്ങൾ അർഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ടത് അതിന് നല്ല ഒരു അവസരമാണ്. അത് യൂണിവേഴ്സിനാണ് അറിയാം നമുക്ക് ഏതാണ് നല്ലത്, നമുക്ക് ഏതാണ് ദോഷം, നമ്മൾ എന്തിനാണ്, നമുക്ക് ഏതൊരവസരം കിട്ടിയാലാണ് നമുക്കത് 100% നമ്മുടേതായ നമുക്ക് ഗുണം തരുന്ന രീതിയിൽ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്ന് യൂണിവേഴ്സിനാണ് അറിയാം. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറയുന്നു. ഒരു റിജക്ഷൻ ഉണ്ടാകുമ്പോഴോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ച് കിട്ടാതെ പോകുമ്പോഴോ നിരാശ വരാനോ ടെൻഷൻ അടിക്കാനോ പാടില്ല എന്ന് പറയുന്നു. പരമാവധി ഒരു സ്വസ്ഥമായിട്ടിരിക്കണം, പരമാവധി സ്ട്രെസ് ഇല്ലാതെ നിങ്ങൾ ഇരിക്കണം. ഓക്കെ, ഈ ഒരു മാർച്ച് മാസം എത്രത്തോളം സ്വസ്ഥതയോടെ ഒരു സമാധാനത്തോടെ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ അത്രയും നിങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ തന്നെയാണ് നിങ്ങൾക്കായിട്ട് ഈശ്വരൻ കൊണ്ടുവരുന്ന അവസരങ്ങളെ നിങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയാനും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാനും അത് സ്വീകരിക്കാനും അത് ഉപയോഗിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിച്ചിരുന്ന പല അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും, നിങ്ങൾ കാണാതെ പോകും. നഷ്ടപ്പെടാൻ നിങ്ങൾ കാണാതെ പോവുകയാണ് ചെയ്യുക.
പിന്നെ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാലഞ്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ പോലും നിങ്ങളോട് യൂണിവേഴ്സ് എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാലഞ്ചസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് എനിക്ക് മറികടക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഈ ഒരു ചാലഞ്ച് നിങ്ങൾക്ക് എന്തായാലും മറികടക്കാൻ സാധിക്കും. നിങ്ങൾ അതിൽ വിജയിച്ച് പുറത്ത് വരിക തന്നെ ചെയ്യും. അതിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകളുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവർ നിങ്ങളെ സഹായിക്കാനായിട്ട് മുൻപോട്ട് വരുമ്പോൾ, നിങ്ങൾ ആവശ്യപ്പെടാതെ നിങ്ങളെ സഹായിക്കാനായിട്ട് മുൻപോട്ട് വരുമ്പോൾ നിങ്ങൾ ആ സഹായം സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. ഓക്കെ, അപ്പോൾ അവരിലൂടെ നിങ്ങൾക്ക് ആ ഒരു കോംപ്ലിക്കേഷൻ, ആ ഒരു ചാലഞ്ച് മറികടക്കാനും നിങ്ങൾക്ക് വിജയം കൈവരിക്കാനും സാധിക്കും. പക്ഷെ നിങ്ങൾ ആ സഹായം സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. നിങ്ങളൊരു വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെയാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഒരു ആരുടെയും സഹായം കൈപ്പറ്റാതെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. വളരെ നല്ല കാര്യമാണ്. പക്ഷെ ചില സമയത്ത് യൂണിവേഴ്സ് നമ്മളെ സഹായിക്കുന്നത് ചില വ്യക്തികളിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സഹായിക്കാൻ വരുന്ന, നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങളെ സഹായിക്കാൻ വരുന്ന ഈ വ്യക്തികൾ നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പേഴ്സ് ആണെന്നും കൂടെ മനസ്സിലാക്കുക. അവരിലൂടെ നിങ്ങൾക്ക് ആ ഒരു ചാലഞ്ച്, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കും. ഒരു കോമ്പറ്റീഷനോ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ അതിൽ വിജയിക്കുക നിങ്ങൾ തന്നെയായിരിക്കും. പിന്നെ നിങ്ങളോട് പറയുന്ന വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ, ഈ ഒരു ഗ്രൂപ്പിന് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് എന്ന് ഞാൻ കാണുന്നത്. നിങ്ങൾക്കൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്, ഒരു പ്രത്യേക ആഗ്രഹമുണ്ട്. അത് സബലീകരിക്കുന്നതായിട്ട് നിങ്ങളിങ്ങനെ അതിൻ്റെ പിന്നാലെയാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ ഫോക്കസ് അവിടെയാണ് ഏറ്റവും കൂടുതൽ. നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങളോട് പറയുന്നു, ഡിസ്ട്രാക്റ്റഡ് ആകാൻ പാടില്ല. ഓക്കെ, ഡിസ്ട്രാക്റ്റ് ആവാൻ പാടില്ല. ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന പല കാര്യങ്ങളും ഈ മാർച്ച് മാസത്തിൽ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. ഏതൊരു കാര്യം സംഭവിക്കുമ്പോഴാണോ നിങ്ങൾക്ക് ഈ ലക്ഷ്യത്തിൽ എത്തുന്നതിന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ തന്നെ അത് ഡിലേ വരുത്തുക, പിന്നെ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുക ഉണ്ടെങ്കിൽ, ആ ഒരു കാര്യം എന്താണോ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് അതിനാണ് നിങ്ങൾ ബൗണ്ടറി ഇടേണ്ടത്. അതിനെയാണ് ഒരു അകലത്തിൽ, ഒരു ഹെൽത്തി ഡിസ്റ്റൻസിൽ നിർത്തേണ്ടത്. ഓക്കെ, ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, ചില സാഹചര്യം ആയിരിക്കാം. അത് നിങ്ങൾ വേണം മനസ്സിലാക്കാനായിട്ട്. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇത്രേ ചെയ്യാനുള്ളൂ ഈ ഒരു മാർച്ച് മാസത്തിൽ. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ് ഉണ്ടല്ലോ, അത് കൃത്യമായി എടുക്കുക. അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക. അത് നേടിയെടുക്കുന്നതിനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഓക്കെ, എന്തുണ്ടാവും, എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ മുൻകൂട്ടി അറിയുന്നതിന് പകരം ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ, അതിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പല പുതിയ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ എന്താ പറയേണ്ട അറിവുകൾ നിങ്ങൾ നേടും. ആ വരുന്നതിനൊക്കെ അങ്ങനെ തന്നെ സ്വീകരിക്കുക. നിങ്ങൾ ഈ ഒരു ലക്ഷ്യം നേടുന്നതിനായിട്ടുള്ള നിങ്ങളുടെ ഈ യാത്രയിൽ പല പുതിയ എനർജിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഓക്കെ, മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ആ മാറ്റങ്ങളെ അങ്ങനെ തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. റെസിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ് പിന്നെ കാണുന്നത്. അതായത് നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഓക്കെ, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഉയർച്ച നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാസമാണ് മാർച്ച് മാസം എന്ന് കാണുന്നത്. അതായത് ആ ഒരു സാമ്പത്തികമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ലെവലിലെങ്കിലും അതിലേക്ക് എത്തുന്ന ഒരു എനർജി കാണുന്നത്. അതായത് ഇപ്പോൾ അതിനേക്കാൾ ഒരു പുരോഗതി എന്തായാലും കാണുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു എന്താ പറയേണ്ട സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷനിൽ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം വരുമ്പോൾ നമ്മുടെ കുറേ ആഗ്രഹങ്ങളൊക്കെ നടത്താൻ ഒരു ധൃതി ഉണ്ടാവില്ലേ നമുക്ക്. ആ കാര്യം അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ കുറേ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ആവേശവും ഒരു ധൃതിയൊക്കെ ഉണ്ടാവും. അത് മനുഷ്യ സഹജമാണ്. പക്ഷേ നിങ്ങളെ ശ്രദ്ധിച്ച് വേണം ചിലവുകൾ നടത്താൻ. ഓക്കെ, നിങ്ങളൊരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ, ഫൈനാൻഷ്യൽ എന്താ പറയുക, ലിറ്ററസി നിങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. കാരണം നിങ്ങളിലേക്ക് പണം വരുമ്പോൾ ആ പണത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ഉയർത്തുന്നതിനായിട്ട് നിങ്ങൾ അതിനെ ഇൻവെസ്റ്റ് ചെയ്യാനും മറ്റും ഉപയോഗിക്കണം. ഓക്കെ, കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും കൃത്യമായി അത് സേവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ പണത്തിൽ നിന്ന് നിങ്ങളുടെ സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കാലാകാലം നിലനിർത്താൻ പറ്റുള്ളൂ. ഓക്കെ,
അപ്പോൾ നിങ്ങളുടെ ഈ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ, നിങ്ങൾ അനുഭവിക്കുന്ന ഫൈനാൻഷ്യൽ സ്ട്രഗിളിൽ നിന്ന് നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട്. ഡെഫിനറ്റ്ലി അതിലൊരു കാര്യമായ മാറ്റം മാർച്ച് മാസത്തിലുണ്ട്. പക്ഷെ അത് എക്കാലത്തേക്കുമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളൊരു ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സേവിങ്സ് കാര്യങ്ങൾ, മ്യൂച്വൽ ഫണ്ട്സ്, ഇങ്ങനെ കുറേ ഉണ്ടല്ലോ, ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ, അതിനൊക്കെ സംബന്ധിച്ച് അറിവുകൾ നേടുക. മാക്സിമം അതിനെ സംബന്ധിച്ച് അറിവുകൾ നേടുക, അത് പഠിച്ചെടുക്കുക. അത് നിങ്ങൾക്ക് വരുമാനത്തിൽ ഉയർച്ച ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ച് ഇതിൽ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ പുതുതായി തുടങ്ങുക. അതിനൊരു അവസരം കിട്ടുമെന്ന് കാണുന്നു. ഓക്കെ, അത് തുടങ്ങാനായിട്ട് അവസരം കിട്ടുകയാണ്. അപ്പോൾ അത് ചെയ്തിരിക്കണം. പൈസ കഴിഞ്ഞ് പോവോ, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ചെയ്താൽ എനിക്ക് ചെയ്യാതിരിക്കുക, ഇനി അത് കാലാകാലം കൊണ്ടു നടക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനത്തെ അനാവശ്യമായ പേടിയൊന്നും വേണ്ട. പൈസ കഴിഞ്ഞു പോകുമോ എന്നൊരു ഭയം നിങ്ങൾക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും നടത്തുക. അതുപോലെ തന്നെ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ പൈസ, ഈ വരുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് കാലാകാലം നിലനിൽക്കുന്നതാണ്. മാത്രമല്ല അതിൽ നിന്ന് നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കാനും സാധിക്കും. ഓക്കെ, അതിനുള്ള ഒരു നല്ലൊരു സമയം കൂടിയാണ് മാർച്ച് മാസം. അത് തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു സമയം കൂടിയാണ് മാർച്ച് മാസം. അപ്പോൾ അത് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചും മറ്റും ആ ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ത് വേണം, നിങ്ങൾ നേടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സമയം കണ്ടെത്തുക, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ ഈ മാർച്ച് മാസത്തിൽ. പിന്നെ ജീവിതത്തിലൊരു അടക്കും ചിട്ടയും കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഓക്കെ, ലൈഫിൽ നമ്മൾ റുട്ടീനൊക്കെ ഉണ്ടാക്കി എല്ലാ ദിവസവും നമ്മളൊരു എക്സസൈസ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ പുതിയ സ്കിൽ എന്തെങ്കിലും പഠിക്കുക. അങ്ങനെ കുറച്ചും കൂടി ജീവിതത്തിലൊരു അടക്കും ചിട്ടയും കൊണ്ടുവരാൻ പറയുന്നു. അതും നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് എന്നുകൂടെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ തന്നെ പൂർണ്ണ ശ്രദ്ധ അർപ്പിച്ച് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് ഈ ഒരു മാസത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഏതൊരു കാര്യത്തിലും നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോഴും നിങ്ങൾ അതിൽ തന്നെയായിരിക്കണം നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ, പ്രയോറിറ്റി അതിനായിരിക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം. ഓക്കെ, ഒരേ സമയം 100 കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാൻ നോക്കരുത്, അത് ശരിയാകില്ല. അത് നിങ്ങൾക്ക് പിന്നെ ദോഷമായിട്ട് തീരുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും ഗൈഡൻസ് എല്ലാം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ നല്ലൊരു മാർച്ച് മാസം ഞാൻ ആശംസിക്കുന്നു. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠക്കാരോട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ തംബ്നെയിലത്തെ 3ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഫയലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പം നമുക്ക് നോക്കാം ഈ മാർച്ച് മാസത്തിനായിട്ട് ഗ്രൂപ്പ് 3-ലുള്ളവരെ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്. ഓക്കെ, മാർച്ച് 2025-നായിട്ട് ഗ്രൂപ്പ് 3-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്, അവർക്കുള്ള ഗൈഡൻസ് എന്താണ്. ആദ്യ കാർഡ് കിട്ടിയിട്ടുള്ളത് മജീഷ്യൻ ആണ് കേട്ടോ. മജീഷ്യൻ ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളോട് വളരെ ആത്മവിശ്വാസത്തോടെ ഇരിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു കേട്ടോ. അതായത് നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു വലിയ വിജയം, ഒരു വലിയ നേട്ടം നിങ്ങൾക്ക് മാർച്ച് മാസത്തിൽ കിട്ടുന്നുണ്ട്. അത് കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന കൺഫർമേഷനാണ്. എപ്പോഴും ഓർക്കുക, നമ്മൾ എന്തൊരു കാര്യം നേടിയെടുക്കുമ്പോഴും അത് മറ്റൊരാൾക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ ദോഷം ചെയ്തുകൊണ്ടോ ആയിരിക്കരുത്. ഓക്കെ, അതെപ്പോഴും ഓർക്കുക. അത് ആ ഇൻറ്റൻഷൻ എപ്പോഴും അങ്ങനെ ആയിരിക്കണം. എന്നാലേ നമുക്കത് ഉപകാരപ്രദമായിട്ട് വരുള്ളൂ, ഉപകാരത്തിൽ വരുള്ളൂ കേട്ടോ. പക്ഷേ ഈ ഒരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, ഈ ഒരു വലിയ വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരാണ്. ഇതേ കണ്ടോളൂ, ഇതാണ് നിങ്ങൾക്കുള്ള തെളിവ്. നിങ്ങൾ എന്താഗ്രഹിച്ചാലും എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അത് നേടിയെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ, ആ ഒരു ടാലൻറ്റ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതിന് തെളിവ് ഞാൻ തരികയാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ യൂണിവേഴ്സിനോട് തെളിവ് ചോദിച്ചിട്ടുണ്ടോ, ഓക്കെ എനിക്ക് അങ്ങനെയൊക്കെ ഒരു കഴിവുണ്ടോ, എനിക്കതൊരു പ്രൂഫ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വിശ്വസിക്കായിരുന്നു, അങ്ങനെയൊക്കെ. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ യൂണിവേഴ്സിനോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിന് തെളിവ് തരുന്നതാണ്. അപ്പോൾ അത് വരുമ്പോൾ എന്താ വേണ്ടത്, നിങ്ങൾക്ക് ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവറിലും. അതുപോലെ നിങ്ങളുടെ ആ ഒരു കഴിവ്, അതായത് നിങ്ങൾക്ക് നേട്ടങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ വിജയങ്ങളും നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്കത് ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വേറൊരാളുടെയും ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പ്രത്യേകിച്ച് എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും നേടാൻ പറ്റില്ല, ആരെങ്കിലും സഹായിച്ചെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടാമായിരുന്നു, ഇങ്ങനത്തെ ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ഈ കേട്ടത്. നിങ്ങൾക്ക് വേറെ ആരുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല.
നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഉയർച്ച, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നിങ്ങൾക്കത് ഒറ്റയ്ക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ നിങ്ങളോട് വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ അറിവുകൾ നേടുന്നതിനും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും ഒക്കെ നിങ്ങൾക്ക് പല അവസരങ്ങളും നിങ്ങൾക്ക് മാർച്ച് മാസത്തിൽ വരും. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു അവസരം കാണുമ്പോൾ തന്നെ അതൊന്ന് പഠിക്കണമല്ലോ, ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ആ ഒരു കാര്യം കാണുമ്പോൾ, ആ ഒരു അവസരം കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്തണം എന്നൊരു ശക്തമായ തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിരിക്കണം. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻറ്റ്യൂട്ടീവ്ലി ഒരു തോന്നൽ, ഓക്കെ, ഇപ്പോൾ നിങ്ങളിങ്ങനെ ഈ ഒരു കാര്യം പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതിന് നല്ലൊരു എനിക്ക് പറ്റാവുന്ന, എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കോഴ്സോ മറ്റോ കണ്ടെങ്കിൽ ഉപകാരമായിരുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലൂടെ പെട്ടെന്ന് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ഒരു അവസരം നിങ്ങൾ കാണുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ മടിക്കാൻ പാടില്ല, അയ്യോ ഇതിപ്പോൾ വേണോ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ വിചാരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു അവസരത്തിന് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത് ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ നിങ്ങൾ കൂടുതൽ വിശ്വസിക്കണം. നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ, യൂണിവേഴ്സ്, ഡിവൈൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാർച്ചിൽ ഈ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് സൈക്കിളിലൂടെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് ഗിഫ്റ്റ്സിലൂടെയാണ്. ഓക്കെ, നിങ്ങൾ അത് ശ്രദ്ധിക്കണം, അത് ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യണമെങ്കിൽ മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി കിട്ടുന്ന മെസ്സേജസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ വളരെയധികം ഒരു സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. യൂണിവേഴ്സുമായിട്ട് എത്ര കണക്ട് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം ഒരു എന്താ പറയുക സ്പിരിച്വൽ ആക്ടിവിറ്റീസ്, ഏതൊക്കെ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈശ്വരനായിട്ട് കൂടുതൽ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്, അത് നിരന്തരം ഈ ഒരു മാർച്ച് മാസത്തിൽ ചെയ്യണം എന്ന് പറയുന്നു. പിന്നെ എനിക്ക് ഓൾറെഡി ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് എനിക്ക് കിട്ടിയതാണ്. ഇവിടെ ഹയറഫനും ഹൈ പ്രീസ്റ്റസും. അപ്പോൾ ഞാൻ ഇത് എന്താണ് ഇവിടെ ഒരു കിങ് ഓഫ് കപ്സ് ഇരിക്കണേന്നും കൂടെ ചോദിച്ചപ്പോഴാണ് ക്യൂൺ ഓഫ് കപ്സിനെ കാണിച്ചത്. പിന്നാലെ ഏസ് ഓഫ് കപ്സ്. ഇനി എനിക്കൊരു സംശയം ഉണ്ടെങ്കിൽ അത് വേണ്ടാന്ന് എന്നോട് യൂണിവേഴ്സ് ഇങ്ങോട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പ്രത്യേകിച്ച് സിംഗിൾ ആണെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ നിങ്ങൾ ഈ ഒരു മാസം നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ നിങ്ങൾ തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിനെ നിങ്ങളുടെ ഫിസിക്കൽ റിയാലിറ്റിയിൽ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയേണ്ട മാസമാണ് ഈ മാർച്ച് മാസം. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടെ നിങ്ങളുടെ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ്, ചിലപ്പോൾ നിങ്ങൾ കുറേ കാലങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തിയായിരിക്കില്ല. അപ്പോൾ അതിന് നിങ്ങൾക്ക് എങ്ങനെയാണോ തയ്യാറെടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി, എന്തെങ്കിലും മുന്നത്തെ റിലേഷൻഷിപ്പുകളിൽ നിന്ന് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ചില വൂൺസ്, ചില മുറിവുകൾ, ഓക്കെ, അതൊന്നും ഇപ്പോഴും നിങ്ങളുടെ നിന്ന് പൂർണ്ണമായും വിട്ടൊഴിഞ്ഞിട്ടില്ല എങ്കിൽ അതൊക്കെ ഡിറ്റാച്ച്ഡ് ആകാനും അത് നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യാനും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. ഹീലിംഗ് പ്രാക്ടീസസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങളിൽ കൂടുതൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ്, നിങ്ങളുടെ വ്യക്തിത്വം അതെങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം, അംഗീകരിക്കണം. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ആത്മവിശ്വാസത്തിനെ വളർത്തിയെടുക്കുക. അങ്ങനെ അതിന് തയ്യാറാകാൻ പറയുന്നു. കാരണം ഇതൊരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അതിന് നിങ്ങൾ പ്രോപ്പറായിട്ട് തയ്യാറെടുക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു പുതിയ തുടക്കവും അത് നന്നായി ആസ്വദിക്കാനും സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഓൾറെഡി യൂണിവേഴ്സ് സൈൻ തന്നിരിക്കും ഇതാണ് ആള് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ പിന്നെ ഇതന്നെയാണോ എന്നൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. അത്രയും വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ ഒരു സൈൻ കിട്ടുമ്പോൾ നിങ്ങൾ അത് വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അതെ കണ്ടോ, ടെൻഷൻ അടിക്കുക, അതായത് ഓവർ തിങ്കിങ് ആണ് അവിടെ. ഇതന്നെയാണോ, ഇതല്ലെങ്കിലോ, ഞാൻ തെറ്റിദ്ധരിച്ചതാണെങ്കിലോ, എന്നിട്ട് ഞാൻ ഇനി തെറ്റിദ്ധരിച്ച ഈ വ്യക്തിയാണെന്ന് വിചാരിച്ച് ആളെ സ്നേഹിച്ച് കുറെ കഴിഞ്ഞിട്ട് ഇതല്ലാന്ന് അറിയുമ്പോൾ എന്ത് ചെയ്യും? അതായത് ഒന്നും നടന്നിട്ടില്ല, ചിലപ്പോൾ ഈ വ്യക്തിനെ ജസ്റ്റ് കണ്ടിട്ടുണ്ടാവുള്ളൂ, ഒന്നും നടന്നിട്ടൊന്നുമില്ല, അപ്പോഴേക്കും ഇവിടം വരെ എത്തി. ഓക്കെ, സ്നേഹിച്ച് ആളെല്ലാം തിരിച്ചറിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഒക്കെ ചിന്തകളിലേക്ക് എത്തുക. അതായത് അത്രയും ഒരു ഓവർ തിങ്കിങ് ടെൻഡൻസി അത് വേണ്ട. ഓക്കെ, അത് വേണ്ട, അത് ശ്രദ്ധിക്കുക.
നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് കൃത്യമായിട്ട് പറയും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സൈൻ യൂണിവേഴ്സിനോട് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങളുടെ വ്യക്തിയെ, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ, പ്രത്യേകിച്ച് നിങ്ങൾ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്കാണ് പ്രത്യേകിച്ച് ഈ മെസ്സേജ് കേട്ടോ. നിങ്ങളുടെ ആ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തിയെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് ഈ ജന്മത്തിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പോൾ, നിങ്ങളുടെ ഫിസിക്കൽ റിയാലിറ്റിയിൽ കാണുമ്പോൾ നിങ്ങൾ എന്ത് വേണം, ഈ മാർച്ച് മാസത്തിൽ ആ ഒരു കണ്ടുമുട്ടലോ ആ ഒരു ഇൻട്രാക്ഷനോ എന്തോ നടക്കുന്നുണ്ട്, സംഭാഷണം നിങ്ങളുടെ ഇടയിൽ നടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്. ഓക്കെ, അപ്പോൾ അത് നടക്കുമ്പോൾ ആ വ്യക്തിയെ തിരിച്ചറിയാനായിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് ഒരു സൈൻ ആവശ്യപ്പെടാം. അത് ഇപ്പോഴേ പറഞ്ഞു വെക്കാം യൂണിവേഴ്സിൻ്റെ അടുത്ത്. ഓക്കെ, എന്തെങ്കിലും അതൊരു ഏഞ്ചൽ നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു സൈൻ ആയിരിക്കാം, പക്ഷേ അത് ആവശ്യപ്പെടണം, അത് പറഞ്ഞു വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൺഫർമേഷൻ കിട്ടി, മനസ്സിലായോ? അപ്പോൾ ആ കൺഫർമേഷൻ കിട്ടുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസ് ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അവിടെയാണ് കാര്യം. ഓക്കെ, നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സ് എത്ര സൈൻ തന്നാലും നിങ്ങൾ തന്നെ ചിലപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും, ഇന്ന കാര്യം നടന്നാൽ 111 എന്ന് കാണിച്ചു തരും, അല്ലെങ്കിൽ ഇന്ന കാര്യം ആണ് എനിക്ക് നല്ലതെങ്കിൽ 111 കാണിച്ചു തരൂ. ഒരു എക്സാമ്പിൾ അവിടെ പറയണേ, 111 അങ്ങനെ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ നിങ്ങൾ അത് എനിക്ക് കാണിച്ചു തന്നതാണോ, ഞാൻ കണ്ടെത്തിയതാണോ, ഇനി ഇതല്ലെങ്കിലോ, ഇനി ഞാനായിട്ട് കണ്ടെത്തിയതാണെങ്കിലോ, അങ്ങനെ ചിന്തിച്ച് അന്നൊന്നും കൂടെ കാണിച്ചു തരും. അതായത് ഒരു വിശ്വാസമില്ലാത്ത അവസ്ഥ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ ചോദിക്കുന്ന സൈൻ യൂണിവേഴ്സ് കാണിച്ചു തരുമ്പോൾ അതിനെ വിശ്വസിക്കാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ്. അവിടെ വളരെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു പ്രവണത, ചിന്തിച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രവണതയുള്ള ആളുകളാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് ചെയ്യാതിരിക്കുക. ഓക്കെ, ടെൻഷൻ അടിക്കല്ല വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ അതിലേക്കായിരിക്കണം നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുന്നത്. യൂണിവേഴ്സിനോട് മാക്സിമം കണക്ട് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പറ്റുമെങ്കിൽ മെഡിറ്റേഷൻ, ഈ ഒരു ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നതിനും അത് കൂടുതൽ സ്ട്രോങ് ആക്കുന്നതിനും യൂണിവേഴ്സുമായിട്ട് അതിലൂടെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും, ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുന്നതിനും വേണ്ടി അങ്ങനെ ഒരു ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ EFT ടാപ്പിംഗ് ചെയ്യുകയോ അല്ലെങ്കിൽ അഫർമേഷൻസ് ചെയ്യുകയോ എന്താ വെച്ചാൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നത് പക്ഷേ നിരന്തരം ചെയ്യണം. കുറച്ച് ദിവസം ചെയ്ത് നിർത്തുക, പിന്നെ വീണ്ടും തുടങ്ങുക, അങ്ങനെയല്ല, നിരന്തരം ചെയ്യാം. മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് അതങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കും തോറും യൂണിവേഴ്സ് നിങ്ങൾക്ക് കൂടുതൽ സയൻസ് നിങ്ങളോട് കൂടുതൽ വ്യക്തമായിട്ട് യൂണിവേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളോട് അതാ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി നിങ്ങളെ സംബന്ധിച്ചുണ്ട് എങ്കിൽ അത് മാറ്റിയെടുക്കേണ്ട സമയമാണ്. മാർച്ച് മാസത്തിൽ നിങ്ങളത് മാറ്റിയെടുക്കണം. നിങ്ങൾ തയ്യാറാവുക. മാർച്ച് മാസത്തിലൊരു തരത്തിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തയ്യാറാവേണ്ട മാസമാണ്. നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ കണ്ടുമുട്ടുന്നതിനായിട്ട് നിങ്ങൾ തയ്യാറാവേണ്ട ഒരു മാസമാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു മാർച്ച് മാസത്തിൻ്റെ ഒരു അവസാനത്തോടു കൂടിയൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ വ്യക്തിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്നത്, ഫിസിക്കൽ റിയാലിറ്റിയിൽ കാണുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനായിട്ട് തയ്യാറെടുക്കുക. നിങ്ങളുടെ ആ ഒരു ഇൻസെക്യൂരിറ്റീസും ഒക്കെ മാറ്റി നിങ്ങൾ ഫുള്ളി നിങ്ങളിൽ തന്നെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആ കൃത്യമായ സൈൻ കിട്ടുമ്പോൾ ആ സൈൻ വിശ്വസിച്ചുകൊണ്ട്, അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ള സൈനാണ്, നിങ്ങൾ പറഞ്ഞ സൈൻ തന്നെയാണ് യൂണിവേഴ്സ് തരുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അറിയിക്കുക ഇതാണ് നിങ്ങളുടെ വ്യക്തി എന്നുള്ളത്, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് എന്നുള്ളത്. അതിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കൂടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, ടെൻഷൻസ്, അനാവശ്യമായി ടെൻഷൻ അടിക്കുന്നത് ഒഴിവാക്കുക. എന്തിനും ഏതിനും കാട് കയറി ചിന്തിക്കുന്ന പ്രവണതയെ ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഗ്രൂപ്പ് 3 നിങ്ങൾക്ക് ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും തരുന്നു. വളരെ നല്ലൊരു മാർച്ച് മാസം ഞാൻ ആശംസിക്കുകയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്